സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. മീഖ പ്രവചനം 6-ാം അധ്യായം 6 മുതൽ 8 വരെ. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ അഥവാ ദൈവസന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്തോന്നാവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട മീഖ പ്രവാചകൻ എഴുതിയ പ്രവചനം 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലിരുന്ന് ധ്യാനിക്കുകയാണ്. ദൈവസന്നിധിയിലിരുന്ന് ചില ചോദ്യചിഹ്നങ്ങൾ ഉന്നയിക്കുകയാണ്. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും? ഓരോ യുഗങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന ബുദ്ധിജീവികളിൽ, ദൈവഭക്തന്മാരിൽ, അതുപോലെ തപസ്യ വര്യന്മാരിൽ, മഹർഷിമാരിൽ, അതുപോലെ പ്രവാചകന്മാർ അനേകർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ആ ചോദ്യം, എന്തെല്ലാം വിഭവങ്ങൾ, എന്തെല്ലാം വസ്തുവകകൾ അഥവാ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിന് നൽകി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും? ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ, ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ എന്തെല്ലാം വസ്തുക്കളാണ് ആവശ്യമായിരിക്കുന്നത്? ഇത് ഓരോ തലമുറയിലും ഓരോ യുഗത്തിലും ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഒരുപിടി മനുഷ്യരുടെ, പ്രത്യേകിച്ച് ഭക്തരുടെ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ പ്രവാചകൻ നൽകുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ 1000 ആട്ടുകൊറ്റൻ ആവശ്യമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ 10,000 തൈലനദികൾ ആവശ്യമില്ല. ഇതെല്ലാം ആവശ്യമെന്ന് ചിന്തിച്ചിരുന്ന ഒരു തലമുറയിലോട് ദൈവം ഇടപെടുകയാണ്. ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെ ബലികഴിച്ചാൽ മതിയോ? എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെ ഞാൻ ബലിയർപ്പിക്കണമോ? ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്ന, ഇങ്ങനെയെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലാണ് ഈ ചോദ്യം ഉയരുന്നത്. ഉത്തരം വളരെ ലളിതമാണ്. ദൈവം പറയുന്നു, മനുഷ്യ, ദൈവം കാണിച്ചു തന്നിരിക്കുന്ന നന്മയായിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. 1, ന്യായം പ്രവർത്തിക്കുക. 2, ദയാതൽപരനായിരിക്കുക. 3, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ദൈവം നിങ്ങളിൽ സംപ്രീതനായിത്തീരും. അഥവാ ദൈവം നിങ്ങളിൽ പ്രസാദിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്നാൽ ഇന്ന് ന്യായം പ്രവർത്തിക്കുവാൻ, ദയാതൽപരരായിരിക്കാൻ, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഈ വചനങ്ങളനുസരിച്ച് ദൈവിക നീതി പ്രാപിക്കുവാൻ കഴിയില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പരിഹാരമായി വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി
അവസാനത്തുള്ളി രക്തവും ചിന്തി കാൽവരിയിൽ യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആവശ്യമായ സകല കാര്യങ്ങളുമുണ്ട്. ആ ദൈവത്തിൽ അഥവാ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെ ദൈവം നമ്മിൽ പ്രസാദിക്കുവാനിടയാവും, ദൈവം സന്തോഷിക്കുവാനിടയാവും, ദൈവം ആനന്ദിക്കുവാനിടയാവും. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവപുത്രനിലുള്ള വിശ്വാസത്തിൽ കൂടുതലായി ദൈവം ഒന്നും ആവശ്യപ്പെടുന്നില്ല. ആമേൻ.